പട്ടാമ്പിയിൽ PV അൻവറിന്റെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തിയായ വീടിന്റെ സമർപ്പണത്തിൽ വിങ്ങിപ്പൊട്ടി കുടുംബം. ഒരുപാട് സന്തോഷമുണ്ട് ഈ നിമിഷത്തിൽ. കാരണം എൻ്റെ അച്ഛനും അമ്മേനെയും ചോർച്ചയില്ലാത്തൊരു വീട്ടിൽ കിടക്കുന്നത് എൻ്റെ അതിയായ ഒരാഗ്രഹമായിരുന്നു കുറേ കാലങ്ങളായിട്ട്. അതിപ്പോൾ സാക്ഷാൽ കഴിച്ചാൽ എങ്ങനെയാ നന്ദി പറയേണ്ടത്? മഞ്ഞളുങ്ങൽ അണ്ടലാടിയിലെ നിഷയ്ക്കാണ് വീട് നിർമ്മിച്ചത്. ഇതോടൊപ്പം മറ്റൊരു വീടും പ്രദേശത്ത് നിർമ്മാണം നടക്കുന്നുണ്ട്. പാലക്കാടിനും ചേലക്കരയ്ക്കും പുറകെയാണ് പട്ടാമ്പിയിലും സാന്നിധ്യം അറിയിച്ചുകൊണ്ട് മുൻ MLA PV അൻവർ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. വീടിന്റെ താക്കോൽ ദാന കർമ്മം നടത്തുന്നത് ഒരു ഫംഗ്ഷനായി മാറുകയാണ്. നമുക്കറിയാം, എൻ്റെ മാതാവ് മരണപ്പെട്ടിട്ട് ഏകദേശം 15 വർഷമായി, പിതാവ് മരണപ്പെട്ടിട്ട് ഏകദേശം 25 അധികം വർഷമായി. സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു പഴയകാല കുടുംബ പശ്ചാത്തലം വെച്ചുകൊണ്ട് ഞങ്ങൾ വലിയ കുടുംബം കൂടിയാണ്. എൻ്റെ ഉമ്മ തന്നെ 14 പ്രസവിച്ചിട്ടുണ്ട്. അതിലെ മക്കളും ഞാൻ 11ാമത്താണ്. പിന്നെ എളാപ്പ, മൂത്താപ്പ, അമ്മായിമാര് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഒരു സംവിധാനം തന്നെ, ആയിരക്കണക്കിന് ആളുകളുള്ള വലിയ ഫാമിലിയാണ്. ആ നിലക്ക് സമൂഹത്തിൻ്റെ പല വിഷയങ്ങളിലും ഞങ്ങളാൽ കഴിയുന്ന വിധം ഞങ്ങൾ പണ്ട് കാലം മുതലേ ഇടപെടാറുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് പിന്നെ ഉമ്മാൻ്റെയും പാപ്പാൻ്റെയും ഒക്കെ മരണശേഷം ഞങ്ങളൊരു കുടുംബ സമിതി എന്ന നിലയ്ക്ക് ഒരു ട്രസ്റ്റ്, ഇതൊന്നൊരു ഔദ്യോഗിക ട്രസ്റ്റായി ഒരു വലിയ അക്കൗണ്ട് തുടങ്ങി അതിൽ പിരിവെടുത്തി നടത്തുന്ന അങ്ങനത്തെ ഒരു ഏർപ്പാടുമില്ല. ഞങ്ങൾ മക്കളും ബന്ധുക്കളും കുടുംബങ്ങളും ഞങ്ങളുമായി സഹകരിക്കുന്ന നമ്മുടെ കുടുംബ സുഹൃത്തുക്കളൊക്കെ പാടെ ചേർന്നിട്ടുള്ള ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് പാവപ്പെട്ടവർക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മുഴുവൻ വീടുകളല്ലാത്ത അരവീടും കാൽവീടും മറ്റുള്ള ചികിത്സാ പലതും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും സമൂഹത്തിന് മുമ്പിൽ ഒന്ന് പ്രകടിപ്പിച്ച് അതൊരു വാർത്തയാക്കി പോകാൻ ഞാൻ ഒരു കാലത്ത് നിന്നിട്ടില്ല, നമ്മൾ ആരും നിന്നിട്ടില്ല. പക്ഷെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ചേലക്കരക്ക് തൊട്ടുള്ള ഈ പ്രദേശത്ത് ഈ വീടിൻ്റെ താക്കോല് കൈമാറുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്. ചേലക്കരയിൽ ഒരുപാട് വീടുകൾ ഞാനിങ്ങനെ പൊളിപ്പിച്ചു, എന്നിട്ട് അത് ഉണ്ടാക്കി കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വാർത്തക്ക് പിന്നിൽ ആരാന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ചേലക്കരയിലുണ്ടായ സംഭവം എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് നമ്മളവിടെ ചെല്ലുന്നത്. എനിക്ക് ആ നാടുമായിട്ടൊരു ബന്ധവുമില്ല. പക്ഷെ അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മൾ കാണുന്നത് കേരളത്തിലെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയായിട്ടാണ് ചേലക്കരയെ നമ്മൾ കണ്ടത്. 100 കണക്കിന് വീടുകൾ ഈ പറയുന്നത് പോലെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇപ്പോൾ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് അവിടുത്തെ ലീഡർഷിപ്പാണ് അവിടെ വീട് പലരുടെയും പൊളിപ്പിച്ചത്. ആ തറക്ക് മുകളിലാണ് പല വീടുകളും നമ്മൾ പണിത് തുടങ്ങിയത്. ചിലതൊക്കെ പൂർത്തിയാക്കി, ചിലത് 6 എണ്ണം പൂർത്തിയാകാൻ കഴിയാതെ അവിടെ നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് പൂർത്തിയാക്കാൻ കഴിയാത്തത്? പൂർത്തിയാക്കേണ്ട ഒരു ഘട്ടം വന്നപ്പോഴേക്ക് നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 5-8 മാസമായിട്ട് പിണറായിയുമായിട്ടുള്ള ഈ യുദ്ധത്തിൽ എൻ്റെ പ്രോപ്പർട്ടികൾ, അതുമായി ബന്ധപ്പെട്ട അറ്റാച്ച്മെന്റ് കേസുകൾ, ഇപ്പം 3-4 മാസം മുമ്പുള്ള ED വിഷയങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്കറിയാം. സാമ്പത്തികമായി ഒരു വ്യക്തിയെ, ഒരു കുടുംബത്തെ എല്ലാ നിലക്കും ഞെരുക്കി നമ്മൾ സമൂഹത്തിന് ചെയ്തിരുന്ന ചില നല്ല കാര്യങ്ങൾ അതുകൂടി മുടക്കിയവരാണ് ഈ പിണറായിയും ഈ സംഘവും. മാത്രമല്ല, ഇതൊരു വാർത്തയാക്കിയിട്ട് ചേലക്കര MLA തന്നെ ഇതിൽ അറ്റാച്ച് ചെയ്ത വാർത്ത നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ചേലക്കര MLA പറഞ്ഞു, അൻവർ ഏറ്റെടുത്ത ഈ വീടുകൾ മുഖ്യമന്ത്രി നേരിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രി എൻ്റെ പണികൾ തീർത്തു കൊടുക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഉടനടി തീർത്തു കൊടുക്കുമെന്ന് പറഞ്ഞ MLA ഇപ്പോഴും അവിടെ ഉണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, മനുഷ്യൻ എന്തെങ്കിലും ഒരു നന്മ ആരെങ്കിലും കൂട്ടിപ്പിടിച്ച് ചെയ്തിട്ട് അതിലൊരു ചെറിയ പാളിച്ച, അല്ലെങ്കിൽ അത് സമയത്തിന് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നതൊരു വസ്തുതയാണ്. ഞാൻ ആരുടെ പണം പിരിച്ചിട്ടല്ല ഈ വീടുകൾ അവിടെ ഉണ്ടാക്കി കൊടുത്തത്. ഇപ്പൊ ഇന്ന് ഈ കൊടുക്കുന്ന നിഷക്ക് കൊടുക്കുന്ന വീടും ഇതിന്റെ ബാക്കി തന്നെയാണ്. നിഷയുടെ കുടുംബത്തിന്റെ കാര്യം ഞാൻ പറയാതെ തന്നെ ഇവിടെ അറിയാം. ഇത് റഷീദ്, എൻ്റെ അടുത്ത സുഹൃത്തും നമ്മുടെ പാർട്ടിയുടെ നേതാവുമായ റഷീദാണ് ഈ വിഷയം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നതും. ഈ വീട്ടിൽ ഞങ്ങൾ അന്ന് 11 മാസം മുമ്പ് വന്ന വീടാണിത്, ഇപ്പൊ തീരുകയാണ്. അന്ന് വന്നത് കണ്ടു. ഇവിടെ ഒന്ന് ഇടിഞ്ഞു വീഴാറായിട്ടുള്ള ഒരു വീട്, കാല് പോലും ചുമരുകൾ മൺകട്ടയിൽ 30-40 വർഷമായിട്ട് ഒരു സംരക്ഷണം അതിൻ്റെ അകത്തില്ല. ധൈര്യമായിട്ട് കിടന്നുറങ്ങാൻ കഴിയില്ല. അത് നിഷയുടെ അച്ഛനാണെങ്കിൽ നിത്യരോഗിയായി കിടക്കുന്ന 50 വയസ്സായി പ്രായം ചെന്ന് ഇവിടെ നിൽക്കുന്നുണ്ട്.
ഈ ഒരു ഘട്ടത്തിൽ അതൊന്ന് നിങ്ങൾ പരിഗണിക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ നമ്മൾ പരിഗണിച്ച് ഇത് പൂർത്തിയാക്കുകയാണ്. ഇതിന്റെ അവസാന ഘട്ടത്തിലെ പണം മുഴുവൻ ചെലവാക്കിയിട്ടുള്ളത് റഷീദാണ്. റഷീദിനോട് ഞാൻ പറഞ്ഞു, റഷീദ് നീ കണക്ക് വെച്ചോ, അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം, അവസാന ഘട്ടത്തിലാണല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഇത് പൂർത്തിയാക്കി ഇന്ന് ഈ റമദാൻ മാസത്തിൽ നമ്മൾ നിഷക്കും ഫാമിലിക്കും ഈ താക്കോല് കൈമാറുകയാണ്. ഇവിടുത്തെ എല്ലാ ഇതിന്റെ ഭാഗമായി ഓങ്ങല്ലൂരിൽ 2 കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകാനുള്ള പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇതിൽ ഒരു വീടിന്റെ നിർമ്മാണം പൂർത്തിയായി കുടുംബത്തിന് സമർപ്പിച്ചു. മഞ്ഞളുങ്ങൽ അണ്ടലാടി സ്വദേശി നിഷയ്ക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത്. PV അൻവർ താക്കോൽ കൈമാറി. വീട് നിർമ്മിച്ചു നൽകിയ PV അൻവറിന്റെ സഹപ്രവർത്തകർക്കും നിഷയും ഇതര പാർട്ടി പ്രവർത്തകരും നന്ദി അറിയിച്ചു. ഈ വീടിന് പുറമെ ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ കാരക്കാട് പ്രദേശത്തെ തന്നെ മറ്റൊരു വീടിന്റെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. PV അൻവറിന്റെ കുടുംബ ട്രസ്റ്റായ P ഷൗക്കത്തലി മറിയുമ്മ മെമ്മോറിയൽ ട്രസ്റ്റാണ് വീട് നിർമ്മാണം പൂർത്തിയാക്കിയത്. തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരും ഇതര രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും താക്കോൽദാന ചടങ്ങിൽ പങ്കെടുത്തു.